ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാനിന്നൊരു ട്രാവൽ വ്ളോഗായിട്ടാണ് വന്നേക്കുന്നത്, അതായത് ലോങ് ആയിട്ടുള്ളൊരു ട്രാവൽ വ്ളോഗ്. അപ്പോൾ എങ്ങടാണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാവരുടെയും സ്വപ്നമായിട്ടുള്ള നയാഗ്ര വെള്ളച്ചാട്ടം കാണാനായിട്ടാണ് പോകുന്നത്. നമ്മുടെ ഇവിടുന്ന് ഏകദേശം ഒരു 6-7 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ ഇപ്പോൾ രാവിലെ ഇപ്പോൾ നമ്മൾ 11 മണിയായിട്ടുണ്ടെന്ന് തോന്നണം. അപ്പോൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വൈകിട്ട് ഒക്കെ ആവും അവിടെ എത്തുമ്പോൾ. അപ്പോൾ നമ്മളൊരു ഹോട്ടൽ റൂമൊക്കെ എടുത്തിട്ടുണ്ട്, അവിടെ താമസിച്ച് നാളെയും അവിടെയൊക്കെ കറങ്ങി തിരിച്ചു വരും. അങ്ങനെ 2 ദിവസത്തെ പ്ലാനാണ് കേട്ടോ നമ്മൾ ചെയ്തേക്കണം. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ഒറ്റ വീഡിയോ ആയിട്ട് ഒതുക്കാൻ പറ്റൂല, ചിലപ്പോൾ 2 ആവും, ചിലപ്പോൾ അതിൽ കൂടുതലാവും. അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം കേട്ടോ. കണ്ടിട്ട് ലൈക്കൊക്കെ കൊടുക്കുക, ഇഷ്ടമാവുകയാണെങ്കിൽ. അതേപോലെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഫാമിലീസിലോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് കൂട്ടുകാർ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ എന്താ പറയുക, നയാഗ്ര വെള്ളച്ചാട്ടം കാണാമെന്നുള്ളത് വലിയൊരാഗ്രഹമായിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ അത് സാധിക്കാൻ വേണ്ടി പോകണം. അതിൻ്റെ ഒരു ത്രില്ലിലാണ് കേട്ടോ, ഒരു ഭയങ്കര സന്തോഷം. അപ്പോൾ ഞാൻ കാണുന്ന കാഴ്ചകളൊക്കെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ പോകാം. ലഗേജൊക്കെ ഇങ്ങനെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വർത്താനമൊന്നും പറഞ്ഞ് ഞാൻ വെറുതെ ബോറടിപ്പിക്കണം. നമുക്ക് പോകാം. പോണ വഴിയിൽ കാഴ്ചകളൊക്കെ കാണാം. കുറേ നേരത്തെ യാത്രയുണ്ടല്ലോ, അപ്പോൾ പോണ വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ട് നല്ല നല്ല കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ പോകാം. ഈ നയാഗ്ര ഫോൾസ് വരുന്നത് ന്യൂയോർക്കിലാണ് കേട്ടോ. പക്ഷേ എങ്കിൽ പോലും നമ്മൾ പെൻസിൽവാനിയ ഒന്ന് ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ പോകുന്ന വഴിയിലെ കാഴ്ചകളെന്ന് പറയാനായിട്ട് നമ്മളിപ്പോൾ ഹൈവേയിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് കാഴ്ചകളൊന്നും കാണാനൊന്നുമില്ല, എങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് നല്ല നല്ല കാഴ്ചകളൊക്കെ വരും കേട്ടോ. അപ്പം നമ്മൾ അത് ചെറുതായിട്ട് ഞാൻ അതൊക്കെ ഒന്ന് കാണിക്കുന്നുണ്ട്. ഒരുപാട് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല, നിങ്ങൾക്ക് ബോറാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാട്ടോ. ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോഴത്തേനും എന്ത് ചെയ്ത് കണ്ട് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. അത്യാവശ്യം ഇങ്ങനെ കാടും മലകളും വെള്ളവും ഒക്കെ ആയിട്ട് അതൊക്കെ നമുക്ക് എത്ര കണ്ടാലും മതിയാവില്ല കേട്ടോ. ഇങ്ങനെ വീഡിയോ എടുത്തെടുത്ത് പോകും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ പോകുന്ന വഴിയിലായിട്ട് എന്താ പറയുക, ഹൈവേ ആയതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലൊന്നും ഡീറ്റെയിൽ ഒന്നും ഞാൻ കാണിക്കണില്ല കേട്ടോ. അപ്പോൾ നമ്മളിതേ ടോളിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് ഇങ്ങനെയാണ് ഇവിടുത്തെ ടോള്. നമ്മളിങ്ങനെ ഇതിലൂടെ ഇങ്ങനെ പോകും. അപ്പോൾ അത് തന്നെ അതിങ്ങനെ സ്കാൻ ചെയ്ത് പോകും കേട്ടോ. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചതാണ് കാണാത്തവർക്ക് വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ കടകളൊന്നും ഇല്ല കേട്ടോ, നമ്മുടെ നാട്ടിലെ ഹൈവേ പോലെ തന്നെ. അപ്പോൾ അതേ പെൻസിൽവാനിയ നമ്മൾ കടന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ബോർഡാണ് കേട്ടോ ഇപ്പോൾ കണ്ടത്. അപ്പോൾ കടകളെ കുറിച്ച് പറയാനാണെങ്കിൽ നമ്മുടെ നാട്ടിലെ ഹൈവേയിലൊക്കെ നിറച്ച് കടകളും ഷോപ്പുകളും ഒക്കെ ആയിരിക്കുമല്ലേ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ എന്താ പറയുക, സിഗ്നലുകളൊന്നും ഇല്ലാത്ത ഇങ്ങനെ ഒരു എക്സ്പ്രസ് ഹൈവേ പോലെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് യാത്ര ഭയങ്കര സുഖമായിരിക്കും കേട്ടോ. പക്ഷേ എങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കടകളൊന്നുമില്ല. പക്ഷേ കടകൾക്കൊക്കെ വേണ്ടിയിട്ട് അവർ ഇടയ്ക്ക് ഇങ്ങനെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അതിലൂടെ ഇങ്ങനെ എക്സിറ്റ് ചെയ്ത് പോയാൽ ഇതുമാതിരത്തെ കുഞ്ഞു കുഞ്ഞു ടൗണുകളിലൊക്കെ നമ്മളെത്തും. അപ്പോൾ നമ്മളിപ്പോൾ ലഞ്ച് കഴിക്കുന്ന ടൈമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ദൂരം നമ്മളിപ്പോൾ ഇങ്ങോട്ട് പോകുന്നേ. എല്ലാ കാഴ്ചകളും ഞാനൊന്നും നിങ്ങളെ കാണിച്ചിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ അതുപോലെ തന്നെ ചിപ്പോട്ടിലാണ് കേട്ടോ വന്നേക്കണത്. നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൽ ഒരുപാട് തവണ വന്നതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തോ നമുക്ക് അവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വീണ്ടും ഇങ്ങോട്ട് വന്നേക്കണത്. അപ്പോൾ അവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ പതിവ് പോലെ തന്നെ നമ്മൾ റോളായിട്ടും പിന്നെ അതുപോലെ തന്നെ ബൗളായിട്ടും 2 രീതിയിലാണ് കേട്ടോ നമ്മൾ ഫുഡ് വാങ്ങിക്കണത്. ഞാൻ മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഇതിങ്ങനെ സാലഡ് രൂപത്തിലാണ്. ചിക്കനും വെജിറ്റബിളും റൈസും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ആണ് അവരിങ്ങനെ തരുന്നത്. എന്നിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്ത് അത് കഴിക്കൂട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അവരിങ്ങനെ ഓരോന്ന് നമുക്ക് ആവശ്യമുള്ളതനുസരിച്ച് അവരിങ്ങനെ ഇടുക കേട്ടോ. അതിന് ശേഷം അവരിങ്ങനെ റോൾ ചെയ്യും. നമ്മൾ ഈ ഷവർമയൊക്കെ റോൾ ചെയ്യൂലേ, അതുമാതിരി അവർ ലാസ്റ്റ് ഇപ്പോൾ ചീസാണ് കേട്ടോ ഇട്ടത്. എന്നിട്ട് ഇത് കണ്ടില്ല, ഇങ്ങനെ ഒതുക്കി നമ്മൾ ഷവർമയൊക്കെ ചെയ്യണ മാതിരി ഇങ്ങനെ റോൾ ചെയ്ത് അവരിങ്ങനെ തരും കേട്ടോ. അതാണ് റോള്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹെവി ആയിട്ടുള്ളൊരു ഫുഡ് തന്നെയാണ് കേട്ടോ ഇത്. അങ്ങനെ നമ്മളതൊക്കെ വാങ്ങി. അപ്പോൾ അത് പാർസൽ രൂപത്തിലാണ് തരുന്നത്. അപ്പോൾ മിക്ക ആളുകളും പാർസലായിട്ട് അത് വാങ്ങിക്കൊണ്ട് പോകാറാണ് പതിവ്. പക്ഷേ എങ്കിൽ നമ്മളിപ്പോൾ അവിടെ ഇരുന്നാണ്ടോ കഴിക്കണത്. അപ്പോൾ ഫുഡ് വേണമെങ്കിൽ അത് പാർസലായി കൊണ്ടുപോകാമെന്നുള്ള രീതിയിലാണ് അവർ നമുക്ക് ഫുഡ് സെർവ് ചെയ്യണേ കേട്ടോ.
അപ്പോൾ അതേ ഇതാണ് നമ്മൾ വാങ്ങിയ ഫുഡ്. ഇത് കണ്ടില്ലേ, ചീസാണ് കേട്ടോ മേളിൽ ഇട്ടേക്കണം. അപ്പോൾ ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നന്നായിട്ട് വയറ് നിറയാൻ പാകത്തിനുള്ള ഫുഡ് ഉണ്ടായത്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് അങ്ങനെ ചിപ്പോട്ടിൽ നിന്നാണ് കേട്ടോ. ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു ഫുഡ്? കുഴപ്പമില്ല, നല്ല ഫുഡായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് പോവേണം. അങ്ങനെ ദേ നമ്മുടെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേറൊരു സ്ഥലം നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അതായത് യാത്രക്കാർക്ക് വേണ്ടിയിട്ട് ഇവിടെ ഈ വഴിയിലൊക്കെ ഒരു റെസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനത്തെ ഒരു ഏരിയ കാണുന്നത്. അപ്പം ഞാൻ നിങ്ങളെ അതൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ കാണുന്നതാണ് ആ പ്ലേസ്. ഇത് കണ്ടില്ലേ, കാറുകളൊക്കെ കിടക്കുന്നത്. അപ്പം നമുക്ക് എന്താ പറയുക, യാത്രക്കാർക്ക് ഇടയ്ക്ക് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമാണ്. നമുക്ക് ഇടയ്ക്കൊന്ന് ടോയ്ലറ്റിലൊക്കെ പോകാനും, അതുപോലെ നമ്മൾ ഫുഡൊക്കെ ഒന്ന് പാർസൽ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇരുന്ന് കഴിക്കാനും, പിന്നെ ഒന്ന് എന്താ പറയുക, നമുക്കൊന്ന് ക്ഷീണം വരെയാണ്, ഉറക്കം വരെയാണ്, അങ്ങനത്തെയൊക്കെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് അവിടെ വണ്ടിയൊക്കെ നിർത്തിയിടാം. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ഈ ഏരിയ. അപ്പോൾ അത് ഞങ്ങളിപ്പോൾ നിർത്തിയില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് അതിൽ പോയപ്പോൾ ഒന്ന് കാണിച്ചു തന്നാണേ. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ ശരിക്ക്. ഇങ്ങനെ അങ്ങനത്തെ ഒരു സ്ഥലമൊക്കെ ഉള്ളത് യാത്രക്കാർക്ക് വളരെ ഉപകാരമുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു സ്ഥലം കാണുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ അത് ചെറുതായിട്ട് ഇങ്ങനെ ആയി വരുന്നുണ്ട് കേട്ടോ. ഇവിടെ അത് എല്ലായിടത്തും ഉണ്ട് കേട്ടോ. അതായത് അരമണിക്കൂർ 1 മണിക്കൂർ ഗ്യാപ്പ് ഇട്ടിട്ട് അതിങ്ങനെ നമുക്ക് റോട്ടിൽ ഇങ്ങനെ കാണാൻ സാധിക്കും കേട്ടോ. റെസ്റ്റ് ഏരിയ എന്നും പറഞ്ഞ് ഇങ്ങനെ ബോർഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്കതനുസരിച്ച് അതിൻ്റെ അകത്തേക്ക് കയറാം, എന്നിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഏത് പാതിരാത്രിയിലാണെങ്കിലും നമുക്ക് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമുക്കിങ്ങനെ ആ റെസ്റ്റ് ഏരിയയിൽ കയറാം. അവിടെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, ഫാമിലീസ് ആണെങ്കിൽ പോലും അങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ദേ നമ്മളങ്ങനെ കുറേ നേരത്തെ യാത്രയ്ക്ക് ശേഷം വീണ്ടും ഒരു റെസ്റ്റ് ഏരിയയിലേക്ക് വന്നേക്കും കേട്ടോ. അപ്പോൾ നമുക്കിനി ഇവിടെ എന്തായാലും ഒന്ന് ഇറങ്ങി ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നേരത്തെ നമ്മൾ ഇറങ്ങിയില്ലല്ലോ, ഞാൻ വണ്ടിയിലിരുന്നല്ലേ കാണിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഇവിടെ ഇറങ്ങാൻ പോവുകയാണേ. അപ്പോൾ നമുക്ക് കുറേ നേരം യാത്രയാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവാമെന്ന് വിചാരിച്ചാണ് നമ്മളങ്ങനെ റെസ്റ്റ് ഏരിയയിൽ വന്നത് കേട്ടോ. അപ്പോൾ അതേ നമ്മളങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അതേ നമ്മളങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ അതേ ഇവിടെ കണ്ടില്ലേ, ചെയറുകളൊക്കെ ഇട്ടേക്കണ മരത്തിൻ്റെ അടിയിലായിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഫുഡൊക്കെ പാർസൽ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാം. അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിയിട്ട് കൊണ്ടുവന്നാലും നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കാം കേട്ടോ. വേസ്റ്റും കാര്യങ്ങളൊക്കെ കളയാനുള്ള സംവിധാനമൊക്കെ ഉണ്ട്. ഇതേ അവിടെ ഇങ്ങനെ ബ്ലൂ കളറിൽ ഇങ്ങനെ ഓരോ ഇങ്ങനെ വേസ്റ്റ് ബിൻ കണ്ടല്ലേ, അതിൽ നമുക്കിങ്ങനെ വേസ്റ്റൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, എന്ത് ക്ലീനായിട്ടാണ് കിടക്കണേന്ന് നോക്കിയാൽ ഒരു കച്ചറയോ ഒന്നുമില്ല കേട്ടോ. ഒരു പ്ലാസ്റ്റിക്കോ കടലാസോ കുപ്പികളോ ഒന്നും നമുക്കിവിടെ കാണാൻ സാധിക്കില്ല കേട്ടോ. എല്ലാം അവരിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും. ഇത് കണ്ടില്ലേ, അവിടെ എപ്പോഴും ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ബിൽഡിങ്ങിൽ ഇതിൻ്റെ അകത്താണ് കേട്ടോ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. നല്ല വൃത്തിയാണ് കേട്ടോ എല്ലാം. പിന്നെ അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ, ഇതിൻ്റെ അകത്ത് ഒരുപാട് ബുക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ട്രാവലുമായി ബന്ധപ്പെട്ട് നമുക്കതൊക്കെ എടുക്കാം കേട്ടോ, ഫ്രീ ആണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഇങ്ങനെ പാർക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് വേണ്ടിയിട്ടൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസുകളും നമുക്ക് ഈ റെസ്റ്റ് ഏരിയയിൽ കാണാൻ സാധിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇത് കണ്ടില്ലേ, നമുക്ക് ഫുഡൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ വെൻഡിങ് മെഷീൻസൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലത്തെ പാക്കഡ് ഫുഡുകളൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടും കേട്ടോ. കോഫി, ടീ എല്ലാ ഐറ്റംസുകളും ഇവിടെ ഉണ്ട്. ചോക്ലേറ്റുകൾ ഒക്കെ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് വാങ്ങിക്കാം കേട്ടോ. അപ്പോൾ അതേ പിള്ളേർക്ക് അങ്ങനെ അത് കണ്ടപ്പോൾ അതൊക്കെ വേണമെന്നും പറഞ്ഞ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം പാക്കഡ് തന്നെയാണ് കേട്ടോ ഫുഡുകൾ. ഇത് കണ്ടില്ലേ, ചോക്ലേറ്റുകൾ, ലൈസ് ഐറ്റംസുകൾ, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം പിള്ളേരെ തല്ലുപിടുത്തം ഉണ്ടാകുകയാണെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ബാർബിക്യൂ ചെയ്യാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട്. നമുക്ക് അതൊക്കെ റെഡിയാക്കി കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ബാർബിക്യൂ ചെയ്യാം. അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായ ഏരിയ, റെസ്റ്റ് ഏരിയ. അപ്പോൾ ഈ യാത്രക്കാർക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിരിക്കുമല്ലോ യാത്ര ചെയ്യാനായിട്ട്. നമ്മൾ വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരികയാണെങ്കിൽ ഇവിടെ ഇരുന്ന് കഴിക്കാം, റെസ്റ്റ് ചെയ്യാം. അങ്ങനെയുള്ള കുറേ ഗുണങ്ങളൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ നല്ല രസമുണ്ട്. എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മുടെ നാട്ടിലും ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ അവിടെ നിന്ന് കഴിഞ്ഞു. ഇന്നിപ്പോൾ യാത്ര വീണ്ടും തുടങ്ങിയാണ്. ഇപ്പോൾ നമ്മൾ കുറച്ച് ഉള്ളുവഴികളിലൂടെയൊക്കെയാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ കുറേ തോട്ടങ്ങളൊക്കെ കണ്ടിട്ടോ. കൂടുതലായിട്ടും ഈ ഗോതമ്പ് തോട്ടങ്ങൾ, അതുപോലെ തന്നെ കോണുകൾ, ബീൻസുകൾ, അതിൻ്റെയൊക്കെ തോട്ടങ്ങളാണ് കേട്ടോ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. എനിക്ക് ഏത് സൈഡിൽ വീഡിയോ എടുക്കണമെന്നൊരു കൺഫ്യൂഷനാണ് കേട്ടോ.
വീട് കണ്ടില്ലേ, നല്ല രസം, ഫുള്ള് ഇങ്ങനെ പച്ചപ്പ്. അതുപോലെ തന്നെ ഗോതമ്പിൻ്റെ ഭാഗം വരുമ്പോൾ വേറൊരു കളറാണ് കേട്ടോ. അതേ റൈറ്റ് സൈഡിൽ കണ്ടില്ലേ, ഇതൊക്കെ ഗോതമ്പാണ് കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ ദൂരെ നോക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി വ്യൂ ആണ് അതൊക്കെ ഇങ്ങനെ കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ യാത്ര ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇതുമാതിരത്തെ ഓരോരോ ടൗണുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതുമാതിരത്തെ വീടുകളുടെ ഇടയിൽ കൂടെയൊക്കെ നമ്മളിങ്ങനെ പോകും. മുമ്പ് പല വീഡിയോയിലും ഞാൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും നമുക്ക് ഇങ്ങനെയുള്ള വഴിയിലൂടെയൊക്കെ പോകുമ്പോൾ നല്ല രസമാണല്ലേ. നമ്മൾ എങ്ങനെ വീഡിയോ എടുക്കാതിരിക്കും, അത്രയ്ക്ക് ഭംഗിയാണ് ഇവിടുത്തെ വീടുകളൊക്കെ കാണാനായിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇവിടുത്തെ വീടുകൾ എന്തൊരു ക്യൂട്ടാണ്. അതായത് നമ്മുടെ നാട്ടിലെ വീടുകൾ പോലെ അല്ല അല്ലേ ഇവിടുത്തെ വീടുകൾ ഇരിക്കണം. ഇങ്ങനെ കുഞ്ഞു ഇങ്ങനെ കാർഡ്ബോർഡ് ബോക്സുകൾ ഇങ്ങനെ വെച്ചേക്കണം, മാതിരി ഇങ്ങനെ അടുക്കി വെച്ചേക്കണല്ലേ. നല്ല രസമുണ്ട്. എങ്ങനെ അതിനെ വർണ്ണിക്കണമെന്ന് അറിയില്ല കേട്ടോ. എന്തായാലും നല്ല ക്യൂട്ടായിട്ടുള്ള വീടുകളല്ലേ. അതൊക്കെ നമുക്ക് എത്ര വീഡിയോ എടുത്താലും മതിയാവില്ല കേട്ടോ. അപ്പോൾ അതേ നമ്മളങ്ങനെ ഏകദേശം നയാഗരയുടെ ആ ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഇതൊക്കെ കണ്ടില്ലേ, നമ്മളങ്ങനെ ഈ അമേരിക്കയിൽ പല സ്ഥലങ്ങളിലും യാത്ര ചെയ്തപ്പോൾ ഇതുമാതിരത്തെ പല പാലങ്ങളും നമുക്ക് കാണാൻ സാധിച്ചിട്ട്. ഇതിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്ക് അത്ര കറക്റ്റായിട്ടൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഈ പാലത്തേൽ നിന്നാൽ നമുക്ക് ദൂരെ നിന്ന് ജസ്റ്റ് ചെറുതായിട്ട് ഫോൾസ് കാണാൻ സാധിക്കുമായിരുന്നു കേട്ടോ. പക്ഷെ അത് വീഡിയോയിൽ അത്ര നന്നായിട്ടൊന്നും പകർത്താൻ പറ്റിയില്ല. അതുകൊണ്ടാട്ടോ ഞാനതങ്ങനെ കാണിക്കാത്തത്. അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ആ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ നിറച്ചിങ്ങനെ ഹോട്ടലുകളൊക്കെയാണ് കേട്ടോ. അതിപ്പോൾ നമ്മുടെ നാട്ടിലും അങ്ങനെയൊക്കെയല്ലേ. ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ഭാഗത്ത് നിറച്ച് ഹോട്ടലുകളും റിസോർട്ടുകളൊക്കെ ആയിരിക്കുമല്ലോ അല്ലേ. അതുപോലെ തന്നെയാണ് കേട്ടോ ഇവിടെ. ഈ ഭാഗത്തേക്കൊക്കെ വന്നപ്പോഴത്തേനും നിറച്ച് ഇങ്ങനെ ഹോട്ടലുകളൊക്കെയാണ് കേട്ടോ നമ്മൾ റോഡ് സൈഡുകളിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളും അതുപോലെ തന്നെ ഈ റോഡ് സൈഡിൽ തന്നെയുള്ള ഒരു ഹോട്ടലിലാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തേക്കണം. അത്ര വലിയൊരു പോഷ് ഹോട്ടലൊന്നും അല്ല, എങ്കിൽ പോലും കുഴപ്പമില്ലാത്ത നല്ലൊരു ഹോട്ടലാണ് കേട്ടോ. ഇതാണ് നമ്മളിപ്പോൾ 8 മണിക്കൂറുകൾക്ക് ശേഷം നമ്മൾ ഹോട്ടലിൽ എത്തിയേക്കേട്ടോ. ഹൈവേയുടെ സൈഡിൽ തന്നെയാണ് ഹോട്ടലുള്ളത്. അപ്പോൾ ആ ഹോട്ടലിൻ്റെ പേര് സൂപ്പർ 8 എന്നാണ്. ഫ്രണ്ടിൽ തന്നെ ഇതൊക്കെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ ഹോട്ടൽ. നമ്മൾ വണ്ടിയൊക്കെ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അകത്തേക്ക് പോവാം. എന്തൊക്കെയാണ് ഇവിടുത്തെ റൂമും കാര്യങ്ങളൊക്കെ കാണാം. ഇത് കണ്ടില്ലേ, ഫ്രണ്ടിൽ തന്നെ പൂളും കണ്ടോ. അവിടെ റെസ്റ്റോറൻ്റൊക്കെ ഉള്ള കാരണം അവിടെ ഇരുന്ന് ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കാം. ഇതിങ്ങനെ നീളത്തിലാണ് ഹോട്ടൽ വരുന്നത്. ഹൈവേയുടെ സൈഡിൽ തന്നെ അത് കണ്ടോ. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മുടെ നയാഗര. ഇവിടുന്ന് ഒരു 10 മിനിറ്റ് ഉള്ളൂ കേട്ടോ ഫോൾസിലേക്ക്. നമ്മുടെ ഹോട്ടൽ റൂമും ഫോൾസും തമ്മിൽ അധികം ദൂരമൊന്നുമില്ല. പിന്നെ റൂമിൽ പോയിട്ട് ഒന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് നമുക്കൊന്ന് ഇറങ്ങാം പുറത്തേക്ക്. ഇവിടെ രാത്രിയിൽ നയാഗര ഫോൾസ് കാണാനായിട്ട് നല്ല രസമുണ്ട്. ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. അപ്പം നമുക്ക് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം നമുക്കിനി നയാഗര ഫോൾസ് കാണാൻ പോവാം കേട്ടോ. അപ്പോൾ അതേ നമ്മളങ്ങനെ അകത്തേക്ക് കയറാൻ നിൽക്കുവാണ്. അപ്പോൾ അതേ വാതൊക്കെ തന്നെ ഒരുപാട് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അതിലിത് നോക്കിക്കണ്ടേ, ചട്ടിയിൽ വെച്ചേക്കണ ഫുള്ള് ചെമ്പരത്തികളാണ് കേട്ടോ. കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് പിടികിട്ടൂല കേട്ടോ, അത് മൊത്തം ചെമ്പരത്തി പൂവാണ്. അപ്പോൾ അതേ നമ്മളങ്ങനെ അകത്തേക്ക് കയറി. അപ്പോൾ അതേ ഇതാണ് റിസപ്ഷൻ. അത്യാവശ്യം നല്ലൊരു റിസപ്ഷൻ തന്നെയാണ് കേട്ടോ. അത്യാവശ്യം ഇരിക്കാനും പിന്നെ അതുപോലെ തന്നെ കുറേ ചെടികളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു ഭാഗത്തായിട്ട് കുറേ ഇങ്ങനെ ബുക്കുകളൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്, കുറേ ട്രാവൽ ഗൈഡുകളൊക്കെ ആയിട്ട്. പിന്നെ അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഈ താഴത്തെ ഫ്ലോറിൽ തന്നെയാണ് കേട്ടോ. താഴത്തെ ഫ്ലോർ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു ഫ്ലോറേ ഉള്ളൂ. നമ്മുടെ നാട്ടിലെ ഹോട്ടൽ പോലെ ഇങ്ങനെ മേളേക്ക് ഇങ്ങനെ ഒരുപാട് നിലകളൊന്നും ഇല്ല കേട്ടോ. ഇവിടെ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതേ നമ്മളങ്ങനെ റൂമിലേക്ക് പോവാം കേട്ടോ. ഇപ്പോൾ പോകുന്ന വഴിയിൽ നമ്മൾ ഇതേമാതിരത്തെ വെൻഡിങ് മെഷീനുകളും അതുപോലെ തന്നെ തുണി വാഷ് ചെയ്യാനുള്ള ഏരിയാസൊക്കെ കണ്ടായിരുന്നു കേട്ടോ. അതിനൊക്കെ പ്രത്യേക ചാർജൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ റൂം. അത്യാവശ്യം വലിയൊരു റൂം തന്നെയാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ നയാഗര ഫോൾസിൻ്റെ പിക്ചേഴ്സാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. പിന്നെ അതുപോലെ തന്നെ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ തന്നെ ടേബിള്, ചെയറുകൾ, TV, ഫ്രിഡ്ജ്, പിന്നെ അതുപോലെ തന്നെ ടീ മേക്കർ, അതൊക്കെ അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മുടെ നാട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ. അതേപോലത്തെ തന്നെ എല്ലാ സൗകര്യങ്ങളും ഇവിടുത്തെ ഹോട്ടലിലൊക്കെ തന്നെയാണ്. പക്ഷേ റേറ്റ് ഭയങ്കര കൂടുതലാണ് കേട്ടോ ഇവിടെ. എന്തായാലും ഞാനിപ്പോൾ ഇവിടെ റേറ്റ് പറയണമെന്നില്ല, അത്യാവശ്യം നല്ല കൂടുതൽ തന്നെയാണ് ഇവിടുത്തെ ഹോട്ടൽ റൂമിനൊക്കെ. അപ്പോൾ അതേ ഇതാണ് നമ്മുടെ റൂം. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾക്കും ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല വലിയ ബെഡൊക്കെ ആയിരുന്നു.
അപ്പോൾ ഇതാണ് ടോയ്ലറ്റ്. ഇങ്ങനെ ബാത്തബോർഡ് കൂടിയിട്ടുള്ള വലിയ ടോയ്ലറ്റ് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സാധാരണ ഹോട്ടലിലൊക്കെ കിട്ടുന്ന പോലെ തന്നെ ഷാമ്പു, ഷവർ ജെല്ല്, അങ്ങനെ എല്ലാ ഐറ്റംസുകളും ഇവിടെ ഉണ്ട്. അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു റൂം തന്നെയായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഇതിന് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാം. അതിന് ശേഷം ഇനി നമുക്ക് പുറത്തു പോകാം കേട്ടോ. അപ്പോൾ ഇനി ആ രാത്രി നയാഗ്രയിലെ കാഴ്ചകളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.